രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട്. അതാണല്ലോ നമ്മുടെ മെയിൻ ഏരിയ. അവിടെ ഈ ഷാപ്പിലെ പ്രധാന കറിവെപ്പുകാരി ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദോശ വേണമെന്ന് ചോദിച്ചു. ജാടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ മുട്ടക്കറിയായിരുന്നു. ദോശയും അത്ര മോശമൊന്നുമല്ല. അതുകൊണ്ടൊരു 3 ദോശയും മുട്ടക്കറിയും കഴിച്ചു. അതിനുശേഷം ചക്ക കഴിച്ചു. പക്ഷെ നമ്മുടെ വീടാണല്ലോ, എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പുളിഞ്ചിക്ക ഉണ്ടായിരുന്നു. അത് മുകളിൽ കൊണ്ട് ഉണക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പക്കാവട കഴിച്ചു. എന്നിട്ട് ഇതേപോലെ ചേച്ചിയിട്ട് വന്നിട്ട് കുറേ നേരം കത്തിയടിച്ചു. ഞാനും ചേച്ചി തമ്മിൽ ഡെയിലി കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ ഡെയിലി റീൽ അയക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അവളൊരു 3 റീലയക്കും, ഞാനൊരു 4 തിരിച്ചയക്കും. ഇപ്പം ഇങ്ങനെ കിട്ടുന്ന സിറ്റുവേഷൻസ് നമ്മൾ മിസ് ചെയ്യില്ല. കാരണം ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം കുറേ കുറ്റമൊക്കെ പറയും, അവൾ എന്നെ കുറേ പറയും, ഞാനും തിരിച്ച് പറയും. പക്ഷേ ഇപ്പം നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും എടി നീ കുറേ വണ്ണം വെച്ചല്ലോ, ഞാനും കുറേ വണ്ണം വെച്ചു എന്നുള്ള സീനാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറേ പരദൂഷണമൊക്കെ പറയും. അതിനുശേഷം നമുക്ക് കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. കാരണം നമ്മൾ നാളെ തിരിച്ച് തൃശ്ശൂർക്ക് പോവുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാനും വേണമെങ്കിൽ ഗസ്റ്റ് അപ്പിയറൻസ് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇടയ്ക്ക് കയറി വന്നു. അങ്ങനെ ചേട്ടൻ ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ സൈഡിൽ മാറി നിന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേടി എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നേ. പണ്ട് തൊട്ടേ എനിക്ക് ഇവൾക്കും അത്യാവശ്യം നല്ല തൊലിക്കെട്ടി ആയതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി നിന്ന് അഭിനയിച്ച് മരിക്കുമായിരുന്നു. അതിനുശേഷം നമുക്ക് പടത്തിന് പോകാനുണ്ടായിരുന്നു. ചത്താ പച്ചയ്ക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അൺഫോർച്യുനേറ്റ്ലി ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അവൾക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഈ ഒരു നശിച്ച മാല ഞാൻ ഇൻസ്റ്റയിലൊരു പേജിൽ നിന്ന് മേടിച്ചാണ്. എന്തിനു വാങ്ങിച്ചതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഇനി മേലെ ആവർത്തിക്കരുത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ തിയേറ്ററിലോട്ട് പോയി. ഫസ്റ്റ് ഡേ ആണെങ്കിലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിനിമയുടെ റിവ്യൂ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റെസ്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. എനിക്കങ്ങനെ ആൾക്കാർ അടികൂടുന്നൊന്നും കാണാനുള്ളൊരു മനസ്സുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കതൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ റിവ്യൂ ഒന്നും എനിക്ക് പറയാനുള്ളത്. നേരെ നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. വെളുപ്പിനായിരുന്നു നമ്മുടെ ട്രെയിൻ കേട്ടോ. അങ്ങനെ ട്രെയിൻ പിടിച്ച് നമ്മൾ നേരെ തൃശ്ശൂർക്ക് വന്നു. എനിക്ക് എന്താണെന്ന് പറയുക, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ ഒരു മഞ്ഞപ്പടി കാണുമ്പോൾ എനിക്ക് പ്രാന്തളവും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അത്. ഭയങ്കര ഒരു വൃത്തികെട്ടൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ട് നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. നല്ല വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ തലയ്ക്കകത്ത് കുറച്ച് കഴുകിട്ട് കഴിഞ്ഞാൽ പൊട്ടും, അത്രയ്ക്കും ചൂട് പിടിച്ച വെയിലായിരുന്നു കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ റൗണ്ട് എത്തി നമ്മുടെ വടക്കുന്നാഥനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തിയൊരു ഫീൽ വന്നു കേട്ടോ. ചെറിയൊരു സമാധാനം.